എന്താ ഇത്ര തിരക്കിട്ട പണി? ഒരു പുതിയ ട്രേഡിംഗ് അക്കൗണ്ട് ഞാൻ തുടങ്ങി. ബ്രോക്കറിന്റെ മാർജിൻ കൊടുക്കാൻ വേണ്ടി ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാണ് ഞാൻ. ഏത് മാധ്യമം വഴി? അയാൾ ഒരു UPI ID അയച്ചിട്ടുണ്ട്. ഉറപ്പായും അന്വേഷിക്കണം ആ UPI ID വെരിഫൈഡ് ആണോ എന്നത്. പലതവണ ഫ്രോഡിലന്റ് UPI IDയിൽ പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് വഴി നഷ്ടം സംഭവിച്ചേക്കാം. കേവലം UPI ID മാത്രമല്ല, ഫ്രോഡ് ബ്രോക്കർമാർക്ക് വേണ്ടി ഇവർ ആപ്പും വെബ്സൈറ്റും വരെ ഫേക്കായി നിർമ്മിക്കാറുണ്ട്. ഇതുവഴി ഒരുപാട് ലാഭം കിട്ടുമെന്ന് കാണിച്ച് ഇവർ നിക്ഷേപകരെ ഇങ്ങനെ അവർ ചതിയിൽ പെടുത്താറുമുണ്ട്. അതുകൊണ്ട് നിക്ഷേപം നടത്തുന്നതിന് മുമ്പായി ശരിക്കും അന്വേഷണം നടത്തണം. എങ്ങനെ അറിയാൻ സാധിക്കും UPI ID വെരിഫൈഡ് ആണോ എന്ന്? ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിക്ഷേപകരുടെ UPI പേയ്മെന്റ്സ് കൂടുതൽ സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി സെബി എല്ലാ രജിസ്റ്റേർഡ് ഇന്റർമീഡിയറികൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത് അവർ അവരുടെ നിക്ഷേപകർക്ക് സ്വന്തം വെരിഫൈഡ് UPI ID മാത്രം നൽകാനാണ്. UPI ID കണ്ടാൽ തന്നെ നിക്ഷേപകർക്ക് മനസ്സിലാക്കാൻ സാധിക്കണം അവർ ഏതുതരം ഫിനാൻഷ്യൽ ഇന്റർമീഡിയറി ആണെന്നത്. എന്നുവെച്ചാൽ ഇന്റർമീഡിയറിയുടെ IDയിൽ പേരിന് ശേഷം BRK അഥവാ MF ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിയും അവർ ബ്രോക്കറാണോ അതോ മ്യൂച്വൽ ഫണ്ടോ എന്നത്. @ അടയാളത്തിന് ശേഷം ഒരു വാലിഡ് വാക്ക് എഴുതിയിരിക്കണം. അതിനുശേഷം ബാങ്കിന്റെ പേരും പിന്നെ ആപ്പിന്റെ കൺഫർമേഷൻ സ്ക്രീനിൽ ഇതുപോലെ പച്ച ത്രികോണത്തിൽ വെള്ള നിറത്തിലുള്ള തംസപ്പും ഉണ്ടായിരിക്കണം. ഇത് സുരക്ഷിതവും വെരിഫൈഡ് ആണ് എന്നുള്ളതിന്റെ തെളിവാണ്. ആഹാ, ഇത് വളരെ നന്നായിട്ടുണ്ടല്ലോ. ഇനി എനിക്ക് പേടിക്കാതെ പണം ട്രാൻസ്ഫർ ചെയ്യാം. നിങ്ങളുടെ രജിസ്റ്റേർഡ് ബ്രോക്കർ അഥവാ ഇന്റർമീഡിയറിയോട് അവരുടെ ഒഫീഷ്യൽ വെരിഫൈഡ് UPI ID തന്നെ വാങ്ങി അതിൽ മാത്രം നിക്ഷേപത്തിനായുള്ള പണം ട്രാൻസ്ഫർ ചെയ്യുക. ബുദ്ധിയുള്ളവരാകൂ, ശരിയായി നിക്ഷേപിക്കൂ. An investor awareness initiative by SEBI.